സംസ്ഥാന സമിതിയിൽ വരാത്ത ആളുകളും ചില ആളുകൾ വലിയ പ്രതിഷേധം തന്നെ പരസ്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ പത്മകുമാറൊക്കെ പറഞ്ഞത് എൻ്റെ 52 വർഷം പരിഗണിച്ചില്ല, 9 വർഷമുള്ള ആളുകളെയാണ് പരിഗണിച്ചത്. വീണ ജോർജിനെ അത് മനസ്സിലാക്കേണ്ടത് എല്ലാ ആൾക്കാരെയും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റില്ലല്ലോ. 87 ആളാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ, ഇല്ല 17 പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. ഇത് ഒരു 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരിൽ നിന്ന് ഒരു ക്രീമായിട്ടുള്ള നിരവധി ആൾക്കാർ നമ്മുടെ പാർട്ടിയിലുണ്ടല്ലോ. അവരെല്ലാം ഇതിലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് അതാത് കാലഘട്ടത്തിൽ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ അർത്ഥം ഇവരൊക്കെ മോശക്കാരെന്നല്ല. ഇപ്പം എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള എത്ര ആൾക്കാർ ഈ പാർട്ടിൻ്റെ അകത്ത്. പക്ഷേ ഒരു അങ്ങനെ നമ്മൾ കണക്കാക്കരുത്. കാരണം പാർട്ടി അവരവരുടെ കഴിവിനനുസരിച്ച് കൊക്കിലൊതുങ്ങിയത് മാത്രമല്ല കൊടുത്തത്, കൊക്കിലൊതുങ്ങാത്തതും കൊടുത്തിട്ടുണ്ട്. എനിക്ക് കൊക്കിലൊതുങ്ങാത്തത് തരാൻ തീരുമാനിച്ച ഘട്ടത്തിൽ വേണ്ടെന്ന് വെച്ചു ഞാൻ. പല കാരണങ്ങളാണ്. കാരണം ഇത് പാർട്ടിയോട് നീതി ചെയ്യണ്ടേ. പരമാവധി പാർട്ടി സഹായിച്ചിട്ടുണ്ട്, നമ്മളെയൊക്കെ നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്തിപ്പിച്ചിട്ടുണ്ട്. ഒരു യഥാർത്ഥ മനുഷ്യനാക്കുന്നതിൽ പാർട്ടി നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പത്മകുമാറിന് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ടതല്ല. കാരണം പാർട്ടി അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഒരാളെ നശിപ്പിക്കുന്നതിന് ബോധപൂർവം ശ്രമിക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് അതാണ്. അപ്പോൾ ആ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, ഇവിടെ നിന്ന് നടത്തുന്ന പ്രതികരണങ്ങൾ പാർട്ടിക്ക് ഗുണമല്ല എന്നുള്ളത്. അതായത് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഉദ്ദേശിച്ചൊരു പദവി ഇല്ലെങ്കിലും ജനസേവനത്തിനൊരു തടസ്സമില്ലല്ലോ. ആ ജനസേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ നമ്മുടെ വർഗ ശത്രുക്കൾക്ക് കടന്നു കയറാനുള്ള അവസരം ഉണ്ടാക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ വേറൊരു അപകടം ഞാൻ പറയാം. ഞങ്ങളിതെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്തും വളരെ ഗൗരവമായി കണ്ടതാണ് പാർട്ടി രഹസ്യങ്ങളും അതുപോലെ തന്നെ പാർട്ടി സ്വകാര്യമായി വെക്കേണ്ട കാര്യങ്ങളും ലീക്ക് ചെയ്യുന്നത്. അത് പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ്. ഇപ്പോൾ മലപ്പുറം സമ്മേളനത്തിലായിരുന്നല്ലോ അത് ഏറ്റവും രൂക്ഷമായത്. ഞാൻ കൺവീനറായിട്ടുള്ള കമ്മിറ്റിയാണ് അത് കണ്ടുപിടിച്ചത്. ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അല്ല, ഇത്തവണയും ന്യൂസ് പുറത്തു പോയല്ലോ, ഗൗരവമാണല്ലോ. ഇത് പാർട്ടി ഇപ്പോൾ വിഭാഗീയത പരിപൂർണമായും ഈ പാർട്ടിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ കൂടപ്പിറപ്പാണ് വാർത്ത ചോർത്തി കൊടുക്കരുത്. അത് ആ അളവിൽ വിജയിച്ചിട്ടില്ല. അത് വിജയിക്കണമെങ്കിൽ ഇവരുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ആദ്യം ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമാണ്. കമ്മ്യൂണിസ്റ്റ് ബോധം ഞാൻ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു, എനിക്ക് പറയാൻ വിട്ടുപോയതാ. ഞാൻ ഈ പ്രതിനിധികളുടെ മുഖമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഓരോ രക്തസാക്ഷിൻ്റെ മുഖമാണ് ഞാൻ കാണുന്നത്. പവേലിൻ്റെ അമ്മ, മാർസിൻ ഗോർക്കിൻ്റെ അമ്മ വായിച്ചിട്ടില്ല നിങ്ങൾ? ആ അമ്മ ഈ സഖാക്കളെ നിരവധി ആൾക്കാർ രക്തസാക്ഷികളായി. അപ്പോൾ അമ്മ പറയുന്നത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കളെയാണ് ഞാൻ കാണുന്നത് എന്നാണ്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് ഓർക്കണം, എന്തെങ്കിലും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പാർട്ടി ചെയ്യുന്നു അല്ലെങ്കിൽ തീരുമാനിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഈ രക്തസാക്ഷികളുടെ മുഖം കണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല. വാർത്ത ഉണ്ടാവുമോ അതിൻ്റെ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവമായി പാർട്ടി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. പക്ഷേ ഈ ഒരു അപകടം ഗുരുതരാണ്. അത് എല്ലാ ആൾക്കാരൊന്നും ഇല്ലല്ലോ, ഒരു ചെറിയ അല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ അപ്പീലിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞത്, പത്മകുമാറിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ പ്രതികരിക്കരുത്. പെട്ടെന്നുള്ളൊരു വികാരമായിരിക്കും, സ്പർ ഓഫ് ദി മൂവ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണല്ലോ, മനസ്സിനെ മാറ്റുക എന്നുള്ളതാണല്ലോ. മനസ്സ് പലപ്പോഴും പതറിപ്പോകും. അതല്ല നിങ്ങളോട് പറയുക എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അവിടെയാണല്ലോ ഒരു സ്വാഭാവിക പ്രതികരണം എന്തൊക്കെ നടത്താം, എന്തൊക്കെ നടത്തിക്കൂടാ എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകണം. നിങ്ങൾക്ക് എന്തും പറയാം, അതിൽ പ്രശ്നമില്ല. പണ്ട് എം കെ ദാമോദരൻ വക്കീൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞത്,
കോടതിയിൽ എന്തും പറയാൻ പാടില്ല, പക്ഷേ ആദ്യം പഠിക്കേണ്ടത് എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും ബാധകമാണ്. സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളത് ആദ്യം പഠിക്കണം. കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്.